പെരുമ്പാവൂരിലെ ജിഷയെ എല്ലാരും ഓർക്കുന്നില്ലേ? അത്ര പെട്ടെന്നൊന്നും മലയാളിക്ക് ആ പേര് മറക്കാൻ കഴിയില്ലല്ലോ അല്ലെ? ഇത്ര അധികം കോളിളക്കം സൃഷ്ടിച്ച ഒരു കൊലപാതകം ഈ അടുത്ത കാലത്തൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. 10 വർഷം ആകാറായി ജിഷ കൊല്ലപ്പെട്ടിട്ട്. ഇന്നും ജിഷ വധക്കേസിനെ കുറിച്ച് വാർത്തകൾ വരുമ്പോൾ ആളുകൾ ആകാംക്ഷയോടെ ശ്രദ്ധിക്കാറുണ്ട്. ഇനിയും മറന്നു നീങ്ങാത്ത ഒരുപാട് ദുരൂഹതകൾ ഈ കേസിനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ജിഷയെ കുറിച്ച് സംസാരിക്കാനല്ല നമ്മൾ ഇന്ന് വന്നത്. ജിഷയുടെ അമ്മയായിട്ടുള്ള രാജേശ്വരിയെ കുറിച്ചാണ് ചിലത് പറയാനുള്ളത്. മറ്റൊന്നുമല്ല, ജിഷയുടെ അമ്മ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞിരിക്കുന്നു. ഇന്നലെ രാത്രി രാജേശ്വരി അമ്മയുടെ മരണവാർത്ത കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമല്ല വന്നത്, ഒരു ശൂന്യതയാണ്. നമുക്കിടയിലുള്ള ആരോ ഒരാൾ നമ്മെ വിട്ടുപോയ പോലെയാണ് എനിക്ക് ഫീൽ ആയത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. മേ ബി ഇത്രയും വർഷങ്ങൾക്കിടയിൽ പലതവണ മലയാളിയുടെ നിത്യ ജീവിതത്തിൽ വാർത്താ തലക്കെട്ടായും ട്രോൾ മെറ്റീരിയലായും എല്ലാം രാജേശ്വരി അമ്മ നിറഞ്ഞു നിന്നിരുന്നല്ലോ. അതുകൊണ്ടാകാം അവരുടെ മരണ വാർത്ത കേട്ടപ്പോൾ ഒരു ശൂന്യത തോന്നിയത്. നമുക്കൊപ്പമുള്ള ആരോ ഒരാൾ മരണപ്പെട്ട പോലെ. ജിഷയെ പോലെ തന്നെ മലയാളി ഒരിക്കലും മറക്കാത്ത വ്യക്തിയാണ് ഈ അമ്മ. മകൾ മരിച്ചപ്പോൾ ഹൃദയം പൊട്ടിക്കരഞ്ഞ അമ്മയെ കണ്ട് മനസ്സ് വിഷമിച്ചവരായിരുന്നു നമ്മൾ മലയാളികൾ. സർക്കാരും ജനങ്ങളും എല്ലാവരും ആ അമ്മയെ സഹായിച്ചു. കണക്കില്ലാത്ത പണം അവരുടെ അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തി. സർക്കാർ പുതിയ വീട് വെച്ചു കൊടുത്തു. മൂത്ത മകൾക്ക് ജോലി നൽകി. ഇങ്ങനെ ആ അമ്മയെ കൈവിടാതെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്തിരുന്നു മലയാളികൾ. എന്നാൽ എല്ലാം തകിടം മറിഞ്ഞത് പെട്ടെന്നായിരുന്നു. അമ്മയുടെ ആഡംബര ജീവിതവും മറ്റും പുറത്തു വന്നതോടെ ചേർത്ത് പിടിച്ച മലയാളികൾ തന്നെ അവരെ കല്ലെറിയാൻ തുടങ്ങി. അതിനിടയിൽ കുപ്രസിദ്ധമായ ബ്രൂട്ടീഷ്യൻ കോമഡിയും പുറത്തു വന്നതോടെ ജിഷയുടെ അമ്മയെ എല്ലാവരും കൂടി ട്രോളി കൊന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും കാലം എല്ലാവരുടെയും സഹതാപം പിടിച്ചു പറ്റിയിരുന്ന അമ്മ അതോടെ ഒരു കോമഡി പീസായി മാറി. ജനങ്ങൾക്കിടയിൽ ഒരു കോമാളിയായി മാറി എന്നുള്ളതാണ്. ശരിക്കും ആ അമ്മ തെറ്റ് ചെയ്തിരുന്നു? പലരും പലതാണ് പറയുന്നത്. ഒരുപാട് പണം കിട്ടിയിട്ടും എല്ലാം ദൂർത്തടിച്ചു എന്ന് പറയുന്നവരുണ്ട്. ഇനി അതല്ല, സീരിയൽ പിടിച്ച് പണം കളഞ്ഞു എന്നും പറയുന്നവരുണ്ട്. പൈസക്കാരി ആയപ്പോ മകളെയും മകളുടെ മരണത്തെയും കുറിച്ചും ഒക്കെ മറന്നുപോയി എന്നും പറഞ്ഞവരുണ്ട്. മകൾ മരിച്ചിട്ട് മേക്കപ്പ് ചെയ്ത് നടക്കുന്നു എന്നും പറഞ്ഞവരുണ്ട്. ഇങ്ങനെ പലരും പലതും പറഞ്ഞിരുന്നു. ചിലതൊക്കെ സത്യമായിരുന്നു, ചിലതൊക്കെ വെറുതെ അടിച്ചിറക്കിയ കഥകൾ മാത്രവും. എന്തായാലും മകൾ മരിച്ചതോടെ കോടീശ്വരിയായി മാറി എന്ന് എല്ലാവരും പറഞ്ഞ രാജേശ്വരി അമ്മയെ മരിക്കുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഓച്ചിറ അമ്പലത്തിൽ വെച്ച് കണ്ടുകിട്ടുകയുണ്ടായി. കണ്ടാൽ തിരിച്ചറിയാത്ത കോലമായിരുന്നു. ആകെ ക്ഷീണിച്ചു പോയി. ആരോരുമില്ലാതെ അമ്പലത്തിന് പരിസരത്ത് ചുറ്റിക്കറങ്ങിയിരുന്ന രാജേശ്വരി അമ്മയെ കുറിച്ചുള്ള വാർത്തകൾ അന്ന് വലിയ രീതിയിൽ വൈറലായി മാറി. സർക്കാർ നൽകിയ വീടും വലിയ ബാങ്ക് ബാലൻസും എല്ലാം ഉള്ള രാജേശ്വരി അമ്മക്ക് എങ്ങനെയാണ് തെരുവിൽ കിടക്കേണ്ടി വന്നത്? ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ഒരു ഓൺലൈൻ മീഡിയയോട് രാജേശ്വരി അമ്മ തന്നെ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് കേട്ടോക്കാം. ആളുകളൊന്നും ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഭക്ഷണത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ 9 മണിയാകുമ്പോ ഇവിടെ കഞ്ഞി കിട്ടും. കഞ്ഞിയൊക്കെയാണ്. എന്നിട്ട് അമ്പലത്തിൽ തന്നെയാണ് കിടക്കുകയൊക്കെ ചെയ്യുന്നത്. 9 മണിയാകുമ്പോ ഇവിടെ കഞ്ഞി കിട്ടും. ഉച്ചക്ക് ചോറ് കിട്ടും. ചില ദിവസം സദ്യ ഉണ്ടാവും. ഇപ്പൊ ഞങ്ങൾക്ക് ബാക്കി പായസമില്ലാത്ത എല്ലാ സാധനങ്ങളും കൂട്ടി ഞങ്ങൾക്ക് ഉച്ചക്ക് ഊണുണ്ട്. ഇതൊക്കെ നമ്മുടെ വീട്ടിലും അവിടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആരും കൊണ്ടുതരാൻ ഉണ്ടാവില്ല. അപ്പൊ എന്റെ സ്വയം മനസ്സാല ഈ ആളുകളൊന്നും പറയണ പോലെയൊന്നും അല്ല. എന്നെ എന്റെ കുടുംബത്തെ ചിറ്റിക്കാൻ പാകത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി എന്റെ മക്കളെ എനിക്ക് ചീത്തപ്പേര് വരുത്താൻ പാകത്തിന് ആരും ഒന്നും ചെയ്യില്ലട്ടെ, ഞങ്ങളെ ഉപദ്രവിക്കില്ലേ. ഓക്കെ, രാജേശ്വരി അമ്മയെ മൂത്ത മകൾ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതാണെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ തന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇറങ്ങി വന്നത് എന്നാണ് രാജേശ്വരി അമ്മ പറയുന്നത്. ജിഷയെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആയപ്പോൾ സമാധാനം കിട്ടാൻ വേണ്ടിയാണ് അമ്പലത്തിലേക്ക് വന്നത് എന്നാണ് അമ്മ പറയുന്നത്. ഇവിടെ ആകുമ്പോൾ 3 നേരം ഭക്ഷണം കിട്ടുമെന്നും വീട്ടിലാണെങ്കിൽ അതൊന്നും തരാൻ ആരുമില്ലെന്നും പറയുന്നുണ്ട്. അതായത് മൂത്ത മകൾ തന്നെ നോക്കാറില്ല എന്ന് തന്നെയാണ് ഈ അമ്മ പറയാതെ പറഞ്ഞു വെക്കുന്നത്. വീട്ടിൽ നിന്നും ഭക്ഷണമൊന്നും കിട്ടാറില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഞാനും മക്കളും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, നിങ്ങൾ വെറുതെ ഓരോന്നും അടിച്ചിറക്കരുത് എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലല്ലോ. അന്ന് ഇത് കേട്ട ആളുകൾ എന്താണ് ചോദിച്ചിരുന്നതെന്ന് വെച്ചാൽ ജിഷയുടെ പേരിൽ കിട്ടിയ വീട്ടിലാണ് ചേച്ചിയും അമ്മയും താമസിച്ചിരുന്നത്. അതുപോലെ ചേച്ചിക്ക് സർക്കാർ ജോലി കിട്ടിയതും ജിഷയുടെ പേരിൽ തന്നെയാണ്. അമ്മക്ക് കിട്ടേണ്ടിയിരുന്ന ജോലിയായിരുന്നു. പക്ഷെ അമ്മക്ക് വയസ്സായതുകൊണ്ട് അമ്മയെ നോക്കാൻ വേണ്ടിയും കൂടിയാണ് ജിഷയുടെ ചേച്ചിക്ക് ജോലി കൊടുത്തത്. അങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ അമ്മയെ പരിചരിക്കേണ്ട ഉത്തരവാദിത്വം ആ മകൾക്കുണ്ടായിരുന്നു. അമ്മ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും ഇവരും മൂത്ത മകളും തമ്മിൽ പണ്ടേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ജിഷയുടെ പേരിൽ കിട്ടിയ പൈസയെ ചൊല്ലി വരെ ഇവർ തമ്മിൽ വഴക്കുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും അമ്മ മകളെ പൂർണ്ണമായി തള്ളി പറയാറുണ്ടായിരുന്നില്ല. മകൾക്ക് എന്തോ അപസ്മാര സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ട്. സോ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളാണ് അവൾക്കുള്ളത്. അവളും കുറെ കഷ്ടപ്പെട്ടാണ് വളർന്നത്. അവൾ എങ്ങനെയും ജീവിക്കട്ടെ എന്നാണ് ഈ അമ്മ എപ്പോഴും പറയാറുള്ളത്. മരിക്കുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ കൊടുത്ത ഈ ഇന്റർവ്യൂവിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടിട്ടില്ല, ഞാൻ സ്വയം ഇറങ്ങി പോകുന്നതാണ് എന്നിവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കണം എന്താണെന്ന് വെച്ചാൽ ഈ അമ്മ ഇനി തെരുവിൽ കിടന്നാണോ മരിച്ചത് എന്നുള്ളതാണ്. അല്ല, കുറെ കാലമായിട്ട് അലിഞ്ഞു തിരിഞ്ഞ് നടക്കാണല്ലോ. സോ മരിക്കുന്ന സമയത്ത് തെരുവിലാവാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് അതിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഒരു ന്യൂസ് ക്ലിപ്പ് കണ്ടോക്കാം. പെരുമ്പാവൂരിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട നിയമ വിദ്യാർത്ഥിനി ജിഷയുടെ മാതാവ് രാജേശ്വരി അന്തരിച്ചു. മൃതദേഹം പെരുമ്പാവൂർ സർക്കാർ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വിവരങ്ങൾ പ്രദീപ് ജോസഫ് നൽകും. പ്രതിഭ, മകളുടെ വേർപാടിൽ തന്നെ ആ ഒരു അരുംകൊലയിൽ തന്നെ ഏറെ വേദനിച്ച് മാനസിക പ്രയാസങ്ങൾ വരെ നേരിട്ട് ബുദ്ധിമുട്ടിലായിരുന്നു ആ അമ്മ. ഇപ്പോൾ അവർ കൂടി ജീവനറ്റിരിക്കുകയാണ്. എപ്പോഴായിരുന്നു മരണം സ്ഥിരീകരിച്ചത്? സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? സംഭവമാണ് നിയമ വിദ്യാർത്ഥിനിയായിരുന്ന പെരുമ്പാവൂരിലെ
ജിഷയുടെ കൊലപാതകം. അമീറുൽ ഇസ്ലാം എന്നയാളാണ് ഈ കേസിൽ പ്രതിയാവുകയും ശിക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്തത്. 2016 ഈ സംഭവം നടന്നത്. അന്നു മുതൽ തന്നെ മകളുടെ ഘാതകന് ശിക്ഷ വാങ്ങിക്കൊടുക്കാനും അല്ലെങ്കിൽ മകൾക്ക് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ജിഷയുടെ അമ്മയായ രാജേശ്വരി മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. ജിഷയ്ക്ക് ഒരു ചേച്ചി കൂടിയാണ് ഉള്ളത്. ജിഷയുടെ മരണത്തിന് ശേഷം സർക്കാർ തലത്തിലുള്ള ഇടപെടലുകളെ തുടർന്ന് ഇവർക്ക് ജോലിയും മറ്റും ലഭിച്ചിരുന്നു. മാതാവ് രാജേശ്വരി ഇവരുടെ വീട്ടിലൊക്കെ ആയിട്ടായിരുന്നു താമസം ഉണ്ടായിരുന്നത്. കുറച്ച് ദിവസങ്ങളായി ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് ഇന്ന് വൈകിട്ട് മരണം സംഭവിച്ചത്. മൃതദേഹം പെരുമ്പാവൂർ ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി നാളെ പെരുമ്പാവൂർ മലമുറി പൊതു ശ്മശാനത്തിൽ സംസ്കരിക്കാനാണ് നിലവിലെ തീരുമാനം. ശരി, പെരുമ്പാവൂരിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട നിയമ വിദ്യാർത്ഥിനി ജിഷയുടെ മാതാവ് രാജേശ്വരിയാണ് അന്തരിച്ചത്. മൃതദേഹം പെരുമ്പാവൂർ സർക്കാർ ആശുപത്രി മോർച്ചറിയിലാണുള്ളത്. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിൽ വെച്ചാണ് രാജേശ്വരി അമ്മ മരണപ്പെടുന്നത് എന്നാണ് വാർത്തയിൽ പറയുന്നത്. മേ ബി ചെറിയ അസുഖങ്ങളൊക്കെ വന്നപ്പോൾ അവർ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി കാണണം. പിന്നീട് അസുഖം വന്നപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതാവാം. എന്തായാലും ആ അമ്മക്ക് തെരുവിൽ കിടന്ന് മരിക്കേണ്ടി വന്നില്ലല്ലോ, ആശ്വാസം. എന്തായാലും നമുക്ക് ആ പഴയ ഇന്റർവ്യൂല്ലേ ബാക്കി ഭാഗം കൂടി കണ്ടുനോക്കാം. വേറൊരു കാര്യം ചോദിക്കുകയാണ്, ജിഷ ചേച്ചി മരിച്ചപ്പം സഹായമൊക്കെ ആയിട്ട് കുറച്ച് അധികം പൈസ കിട്ടിയാണ്. ഈ ചോദ്യം നിങ്ങൾ എന്താ അവരോട് ചോദിക്കാത്ത? ആ പണമൊക്കെ എവിടെ പോകുന്ന? അതാണ് ഞാനും ചോദിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് മാത്രമാണോ ചോദിക്കാനുള്ളൂ? എന്നോട് മാത്രമാണോ ചോദിക്കാനുള്ളൂ ഈ വിഷയത്തെ കുറിച്ച്? ഓക്കെ, ജിഷ മരിച്ചപ്പോൾ കിട്ടിയ പണത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ഈ ചോദ്യം നിങ്ങൾ എന്താ അവരോട് ചോദിക്കാത്തത് എന്നാണ് അന്ന് അമ്മ തിരിച്ചു ചോദിച്ചത്. അതായത് ആരൊക്കെയോ ചേർന്ന് അമ്മയുടെ കയ്യിൽ നിന്നും ആ പണം മുഴുവനും തട്ടിയെടുത്തു എന്നാണ് അമ്മ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അതാണ് അവരോട് പോയി ചോദിക്കുക എന്നുള്ളത് കൊണ്ട് അമ്മ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. പക്ഷെ ആരാണ് ഈ അവർ? അതും കൂടി ഒന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ കുറെ കാലങ്ങളായിട്ടുള്ള സംശയങ്ങൾക്കെല്ലാം ഒരു മറുപടി കിട്ടിയേനെ. എന്നാൽ അന്ന് അമ്മ അത് പറഞ്ഞില്ല. ഇനി ഒരിക്കലും അവരത് പറയുകയുമില്ല. ഈ കാര്യത്തെ കുറിച്ചൊന്നും ഓർത്ത് ബേജാറാവേണ്ടാത്തൊരു ലോകത്തേക്ക് അവർ യാത്രയായല്ലോ. എന്തായാലും കണക്കില്ലാത്ത പണം ജിഷയുടെ പേരിൽ കിട്ടി എന്ന് കാലങ്ങളായി കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒന്നിനും ഒരു കണക്കില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം. ഈ പണമൊക്കെ എവിടെ പോയി? എല്ലാവരും പറയുന്ന പോലെ ഈ അമ്മ ഈ പണം അത്രയും ദൂർത്തടിച്ച് കളഞ്ഞതാണോ, അത് എല്ലാവരും കൂടി ചേർന്ന് ഈ അമ്മയെ പറ്റിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ ഇന്നും വ്യക്തത ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, മരിക്കുന്ന സമയത്ത് ഈ അമ്മ തീർത്തും ദരിദ്രയായിരുന്നു. അവരുടെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ബാക്കി കേട്ടോക്കാം. പണം കിട്ടിയെന്നാണ് അത് ഈ ഒരാളുടെയോ രണ്ടാളുടെ പണം അല്ല, പുറത്തു വെളിയിൽ നിന്ന് എല്ലാവരെ ഒരുപാട് രാജ്യങ്ങളിലെ ആളുകളുടെ പണാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പൈസ കണ്ടിട്ടില്ല. അല്ല, പുറത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഏതാണ്ട് 50 ലക്ഷം രൂപയോളം കിട്ടിയിട്ടുണ്ട്. 50 അല്ല, 50 ലക്ഷം ഒന്നല്ല. പിന്നെ എത്ര ലക്ഷം? ആരും കുറയ്ക്കാൻ നോക്കിയാൽ ഒന്നും നടക്കില്ലല്ലോ. അത് പിന്നെ എത്ര ലക്ഷം? എല്ലാ ജനങ്ങളും കേട്ടറിഞ്ഞിരിക്കുന്നത് ഇവിടെ 3-4 തലമുറകൾക്ക് ജീവിക്കാൻ കോടികൾ വന്നു എന്നുള്ളതാണ്. അങ്ങനെ കോടികൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം എവിടെ പോയി? ഞാൻ ആ പൈസ കണ്ടിട്ടേ ഇല്ല എന്നാണ് അമ്മ പറയുന്നത്. സ്വന്തം അക്കൗണ്ടിലേക്ക് വന്ന പണം ഈ അമ്മക്ക് കാണാനേ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതും 1-2 രൂപയല്ല, കോടികൾ വന്നു എന്നാണ് പറയുന്നത്. ആരാണ് ഇതിനിടയിൽ കളിച്ചത്? ഇത്ര അധികം പണം വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം എവിടെ പോയി? ആരാണ് ഈ പൈസ മുക്കിയത്? ഈ അമ്മക്ക് ദൂർത്തടിക്കാൻ കഴിയുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. ബാക്കി പൈസ എവിടെ പോയി? എന്തുകൊണ്ടാണ് ഇത്ര കാലമായിട്ടും ഇതിനൊരു കൃത്യമായ ഉത്തരം ലഭിക്കാത്തത്? ജിഷയുടെ കേസ് പോലെ തന്നെ അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും ഒരു ദുരൂഹതയുണ്ട് എന്ന് എനിക്ക് തോന്നി പോവുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ അമ്മയെ ആരോ നല്ലോണം പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാണ്ട് ഇവരെ കൊണ്ട് എങ്ങനെയാണ് ഇത്രയും പൈസ ഒക്കെ ചെലവാക്കാൻ കഴിയുന്നത്? അമ്മ മരിച്ചതിന് ശേഷം ഇനിയിപ്പോ ഈ പൈസ കണക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നറിയാം. എന്നാലും ഇവർ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം. അവസാനമായിട്ട് ഈ ജിഷ മരിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഒരു രീതി ജീവിക്കേണ്ടി വരുമെന്ന് കരുതായിരുന്നു. അങ്ങനെ ജീവിക്കില്ല. എന്റെ മോള് പണ്ടേ വക്കീലായ നിയമ വിദ്യാർത്ഥിനി, വക്കീലാണ് എന്റെ കുട്ടി. BA MA LLB ആണ് ജിഷ മോള്. തന്തയും തള്ളയും നിരീച്ചാൽ നടക്കില്ലാത്ത കൂട്ടിയാ കൂടില്ലാത്ത രീതിയിലാണ് എന്റെ പിള്ളേനെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നതും പഠിപ്പിച്ചതും. ഈ ഒരു കാര്യത്തിൽ അമ്മയെ സമ്മതിച്ചേ പറ്റൂ. ജിഷയെ ഇവർ നന്നായി പഠിപ്പിച്ചിരുന്നു. BAയും MAയും കഴിഞ്ഞ് LLB വരെ പഠിപ്പിച്ചു. ഈ അമ്മ കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് മകളെ പഠിപ്പിച്ചത്. ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അമ്മക്ക്, പക്ഷെ എല്ലാം തകർന്നു പോയി. ജിഷ കൊല്ലപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും തനിക്ക് ജീവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് എപ്പോഴും ഈ അമ്മ പറയുമായിരുന്നു. അർഹിക്കുന്നതിലധികം ട്രോളുകളും വെറുപ്പുകളും ഈ അമ്മക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇവരുടെ ഭാഗത്തും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം, പക്ഷെ ആ ബ്രൂട്ടീഷ്യൻ കോമഡിക്ക് കുറച്ച് ഓവർ ആയിരുന്നു എന്ന് പറയാതെ വയ്യ. ഈ അമ്മ എന്താണ് പറഞ്ഞതെന്ന് ശരിക്കും മനസ്സിലാക്കാതെയാണ് അന്ന് എല്ലാവരും കൂടെ അവരെ ട്രോൾ ചെയ്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അടക്കമുള്ള ആളുകളുടെ കാര്യം തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ ഇടയ്ക്കിടെ ബ്യൂട്ടി പാർലറിൽ നിന്നും ഇറങ്ങി വരുന്നതായി ഒരു ആരോപണം കേൾക്കുന്നുണ്ടല്ലോ എന്നാണ് മറുനാടൻ മലയാളിയുടെ പ്രതിനിധി അന്ന് ഈ അമ്മയോട് ചോദിച്ചത്. ഞാൻ ബ്യൂട്ടി പാർലറിലേക്കല്ല പോയിരുന്നത്, അതിനടുത്തുള്ള തയ്യൽ കടയിലേക്കാണെന്നാണ് അമ്മ മറുപടി പറഞ്ഞത്. ഞാൻ ബ്യൂട്ടി പാർലറിൽ പോവാറില്ല എന്ന് പറയുന്നതിന് പകരം കാർണോറായിട്ട് നല്ല ഭംഗിയുള്ള ആൾക്കാരായതുകൊണ്ട് എനിക്കിതുവരെ ബ്യൂട്ടീഷ്യൻ ചെയ്യേണ്ടി വന്നിട്ടില്ല, ചെയ്യുന്നത് എനിക്ക് ഇഷ്ടവുമില്ല എന്ന് ഈ അമ്മ കുറച്ച് വിശദീകരിച്ചു പറഞ്ഞു. അതാണ് ഉണ്ടായത്. മറുനാടൻ മലയാളിയിൽ വന്ന ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. അതൊന്ന് കണ്ടാൽ മതി, മനസ്സിലാകും. ബാക്കി കണ്ടോക്കാം. എന്റെ കൊച്ചിന്റെ ബോഡി എടുത്തിട്ട് ഇവരെന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കാട്ടിയെന്ന് ഒന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു,
കെട്ടിയനുണ്ട്, കെട്ടിയന്റെ ആക്കാരുണ്ട്, എന്റെ ആക്കാരുണ്ട്. കൊച്ചു മണ്ണ് മേടിച്ചിട്ടുണ്ട്. 2 ദിവസത്തേക്ക് പെരപണി അവിടെ നിർത്തിയാൽ മതി. എന്റെ കൊച്ചിന്റെ ബോഡി കൊച്ചിന്റെ മണ്ണിൽ അടക്കാൻ പാടില്ലേ. എനിക്ക് അവിടെ ഒന്ന് ചെന്ന് തൊടാലോ എന്റെ മോനെ, അമ്മയുടെ പൊന്നെ. തൊട്ടൊക്കെ എന്റെ പിള്ളേനെ എനിക്ക് വിളിക്കാൻ പാടില്ലായിരുന്നു. ഇവരതൊന്നും എനിക്ക് തന്നില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവര് കൊച്ചിന്റെ ബോഡി എടുത്തപ്പോ ചോരയിലും മുങ്ങിയ തുണിയുണ്ട്. അതെങ്കിലും എനിക്ക് തായോ എന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് സൂക്ഷിക്കാൻ. ഇവര് ഞാൻ ആവശ്യപ്പെട്ടതൊന്നും എനിക്ക് തന്നില്ല. ഒരുപാട് കോളേജുകളിലൊക്കെ പഠിച്ച കൂട്ടുകാരുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ടീച്ചർമാരുണ്ട്. ഞാൻ ആശുപത്രിയിൽ 16 കൊല്ലം ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു, ഒരു ഹോസ്പിറ്റലിൽ 5 കൊല്ലം ജോലി ചെയ്തു. ഒരുപാട് ഡോക്ടർമാരും നഴ്സുമാരും ഒരുപാട് പേര് കാണാണ്ട് ഈ പച്ചപ്പാതിരിക്ക് നിങ്ങൾ ഉണ്ടാക്കല്ലേ നീ പറഞ്ഞു, കത്തിക്കല്ലേ എന്ന്. ഇന്ന് ഇത്രയും സംഭവം നടക്കൂല. ഇതിന്റെ എല്ലാ സത്യം അന്ന് തെളിഞ്ഞാൻ അതറിയാം. ഇവരാരും ശരിയല്ല എന്റെ ആൾക്കാരൊന്നും. എന്റെ പിള്ളേനെ ഞാൻ പറഞ്ഞു, കൊച്ചിന്റെ അച്ഛന് മണ്ണുണ്ട്, കൊച്ചിന് മണ്ണുണ്ട്, അവിടെ അടക്ക്, എനിക്കൊന്ന് കാണാനും തൊടാനും വേണ്ടിയാ ചെന്നിടക്കി. ഇവരത് സമ്മതിച്ചില്ല. ഇവര് കൊച്ചിനെ കയറ്റി കന്നാസിൽ എന്ത് കൊണ്ടുവന്നു. ഇവരെന്തോ സാധനം കോരും. ഞാൻ പറഞ്ഞു, എന്റെ കെട്ടിയന്റെ പട്ടി പറയണ്ടേ, എന്റെ ഭാര്യ പറഞ്ഞോണം ഒന്ന് കേക്ക് നിങ്ങളെന്ന്. നിങ്ങളിപ്പോ ഒന്നും ചെയ്യണ്ടെന്നും എന്റെ ഭർത്താവ് ഒച്ചത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ എന്റെ കൊച്ചിനെ പച്ചപ്പാതിരിക്ക് ദയിപ്പിക്കൂല. എന്റെ പിള്ളേനെ ഈ പച്ചപ്പാതിരിക്ക് കത്തിച്ച് കളഞ്ഞ എന്റെ പിള്ളേനെ. ഓക്കെ, ജിസയുടെ മൃതദേഹം കത്തിക്കരുത്, കുഴി കുത്തി മറവ് ചെയ്താൽ മതി എന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടും ആരും കേട്ടില്ല. ജിസയുടെ കൂടെ പഠിച്ചവരും എന്റെ കൂടെ വർക്ക് ചെയ്തവരും ഒന്നും അവളുടെ മൃതദേഹം കണ്ടിട്ടില്ല. അതിനു പോലും അനുവദിക്കാതെ രാത്രിക്ക് രാത്രി എന്റെ മകളുടെ മൃതദേഹം അവർ കത്തിച്ചു കളഞ്ഞു എന്നൊക്കെയാണ് ഈ അമ്മ കരഞ്ഞു പറയുന്നത്, അല്ലെ? നമുക്കറിയാം, ജിസ കൊല്ലപ്പെട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം വലിയ രീതിയിൽ ചർച്ചയായി മാറുന്നത്. അതുവരെ ആരും വലിയ മൈൻഡാക്കാത്ത ചെറിയൊരു വാർത്ത മാത്രമായി ഒതുങ്ങിയൊരു സംഭവമായിരുന്നത്. പക്ഷേ ഇത് വലിയ ചർച്ചയായതിനു ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, എന്തുകൊണ്ട് അന്ന് രാത്രി തന്നെ ജിസയുടെ മൃതദേഹം തിടുക്കത്തിൽ കത്തിച്ചു എന്നുള്ളത്. ഒരു പോസ്റ്റ്മോർട്ടത്തിന് പോലും അവസരം കൊടുക്കാതെ ഇങ്ങനെ കത്തിച്ചതിൽ ഒരുപാട് പേർ ദുരൂഹത ആരോപിച്ചിരുന്നു. അങ്ങനെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ ആളുകൾ ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അമീറുൽ ഇസ്ലാം ആണ് യഥാർത്ഥ പ്രതി എന്ന് വിശ്വസിക്കാത്ത ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. ശിക്ഷാവിധി വന്നിട്ടും ദുരൂഹത ഒഴിയാത്ത കേസാണ് ഇത് എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. തന്റെ മകൾക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് മരിക്കുന്നത് വരെയും രാജേശ്വരി അമ്മ ഉറച്ചു വിശ്വസിച്ചിരുന്നത് എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച ഒരു ജീവിതമായിരുന്നു രാജേശ്വരി അമ്മയുടേത്. വലിയ പ്രതീക്ഷയോടെ വളർത്തിയ മകൾ കൊല്ലപ്പെട്ടു. അതിനുശേഷം ഒരുപാട് പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നു. അമ്മയാണ് മകളുടെ മരണത്തിന് ഉത്തരവാദി എന്ന് പോലും ഒരു സമയത്ത് ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറെ കാലം തെരുവിൽ അലഞ്ഞു തിരിയേണ്ടി വന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ദുരിതം നിറഞ്ഞൊരു ജീവിതം തന്നെയായിരുന്നു രാജേശ്വരി അമ്മയുടേത്. ആ ജീവിതത്തിനാണ് ഇന്നലെ അന്ത്യം കുറിച്ചത്. മരണത്തിലെങ്കിലും അവർക്ക് സമാധാനം ലഭിക്കട്ടെ, ആശ്വാസം ലഭിക്കട്ടെ. രാജേശ്വരി അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്താണെന്ന് കേട്ടത് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.